ഈ സഭയുടെ ആചാര്യന്മാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സജ്ജനങ്ങളും ഭക്തരുമായിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നമസ്കാരം. ഞാനൊരു വളരെ ചെറുതാവുന്ന കാലഘട്ടത്തിൽ മള്ളിയൂർ വരികയും തിരുമേനിയെ കാണുകയും അനുഗ്രഹം മേടിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വളരെ ചെറുതാണ്, എനിക്കറിയാം അദ്ദേഹത്തെ. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പം അന്ന് മുതലേ ഞാൻ വളരെ കാര്യമായിട്ട് മള്ളിയൂരിൻ്റെ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മറ്റെവിടെയും കാണാത്ത ഒരു ഇഷ്ടം ജനിപ്പിക്കുന്ന ഒരു രൂപമാണ് ഇവിടെ ഉള്ളത്. രണ്ട് കുട്ടിക്കറുമ്പന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളരെ അത്ഭുതമാണ്, അല്ലേ? ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും പറ്റൂല അത്. അങ്ങനെ ഗണപതിയും കൃഷ്ണനും ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അതും രണ്ടും കുറുമ്പിൻ്റെ ആൾക്കാരാണ്. ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് സമന്വയിപ്പിക്കുക എന്നുള്ളത് മഹാത്മാക്കൾക്ക് മാത്രം മനസ്സിൽ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ഗണപതിയും കൃഷ്ണനും നേരിട്ട് കണ്ടുമുട്ടുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പക്ഷെ വള്ളത്തോള് ശിഷ്യനും മകനിലുമാണ് പറഞ്ഞിട്ടുള്ളത്. ഗണപതിയുടെ കൊമ്പ് പരശുരാമൻ വെട്ടിക്കളഞ്ഞ്, ഹുങ്ക് കാണിച്ചുകൊണ്ട് വെട്ടിക്കളഞ്ഞ. എന്താ ഹുങ്ക്? അച്ഛനകത്ത് താതൻ അന്തപ്പുരയ്ക്ക് കിമപി വിശ്രമമേൽക്കേ എത്ര, ഇപ്പം അങ്ങോട്ട് കടന്നു പോകാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ പരശുരാമൻ നോക്കുന്ന സമയത്ത്, പരശുരാമൻ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ മകനെക്കാട്ടും പ്രാധാന്യമുള്ള ആളാണ്. പരശുരാമൻ നോക്കുന്ന സമയത്ത് ഇത് ഇപ്പം ഉണ്ടായിട്ടേ ഉള്ളൂ ഗണപതി, അപ്പോഴേക്ക് തന്നെ എൻ്റെ അടുത്ത് ഇത്ര ഹുങ്ക് കാണിക്കാൻ നീ തുനിയുന്നുവോ എന്ന് കരുതി മഴു എടുത്തൊരൊറ്റ വെട്ടം കൊടുത്തു. വള്ളത്തോൾ പറയുന്നത്, അക്കൊമ്പ് ചെമ്മണ്ണടിയിൽ കിളർന്ന കൈലാസ ശൃംഗങ്ങളിൽ ഒന്നിനൊപ്പം കടക്കി രക്താങ്കിതമായി വീഴുക ബ്രഹ്മാണ്ടമൊട്ടുക്കൊരു ഞെട്ടൽ ഞെട്ടിയെന്നാണ്. ബ്രഹ്മാണ്ടം മുഴുവൻ ഞെട്ടിപ്പോയി ആ കൊമ്പ് വീണപ്പോൾ. അത് വെളുത്ത കൊമ്പാണ്, അത് കൈലാസ ശൃംഗങ്ങളുടെ ഒന്നിനൊപ്പം ആണ് നിൽക്കുന്നത് വീണപ്പോൾ. അപ്പം എത്ര വലിപ്പം ഉണ്ടാവും എന്ന് ആലോചിക്കണം. കടക്കി രക്താങ്കിതമായി, അപ്പോൾ വെട്ടിയത് കൊണ്ട് ചോര കുറച്ചായിട്ടുണ്ട് അവിടെ. അപ്പം ചെമ്മണ്ണിൽ നിന്നാണ് എല്ലാ മലകളും ഉയർന്നു വരുന്നത്. പിന്നീട് അത് ഹിമം മൂടുമെങ്കിലും അടിയിൽ ചെമ്മണ്ണ് തന്നെയാണ്. അപ്പം ഇവിടെ രക്തം ചെമ്മണ്ണിനോടാണ് ഉപമിക്കുന്നത്. അങ്ങനെ ഒരു കാഴ്ച, മനോഹരമായൊരു കാഴ്ച ശിഷ്യനും മകനിലും നമ്മൾ കാണുന്നുണ്ട്. ആ ഗണേശനെ എന്തൊക്കെ പറഞ്ഞിട്ടും സമാധാനാവുന്നില്ല. കാരണം കൊമ്പ് പോയതിനേക്കാൾ കൂടുതൽ വമ്പ് പോയി. അതാണ് പ്രശ്നം. ചെറിയ കുട്ടികളെ നമ്മൾ ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരു അടിയൊക്കെ കൊടുത്താൽ കുട്ടികളെ പ്രശ്നം അടി കിട്ടിയ വേദനയല്ല, പിന്നെന്താ, ആൾക്കാരെ മുമ്പ് നിന്നാണല്ലോ തല്ലിയത് എന്നുള്ളതാണ്. ഇതാണെങ്കിൽ എല്ലാ കാലത്തും കാണിച്ച് നടക്കുകയും വേണം. ഈ പൊട്ടിയ കൊമ്പും കൊണ്ടിട്ട് ഒറ്റക്കൊമ്പൻ എന്നുള്ള പേരിനി വരികയും ചെയ്യും. അപ്പം എല്ലാവരും സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പാർവതിക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമുണ്ട്. ഉടൻ മഹാദേവി ഇടത്തു കൈയാൽ അഴിഞ്ഞ വാർപ്പൂങ്കുഴൽ ഒന്നൊതുക്കി ജ്വലിച്ച കൺകൊണ്ടൊരു നോക്കി പാർശ്വസ്ഥനാകും പതിയോട് ഉരച്ചാൻ എന്ന് പറയുന്നത്. ആ നോട്ടത്തിൽ ശിവൻ വരെ വിറച്ചുപോയി. കാരണം മകന്റെ കൊമ്പ് കിട്ടിയില്ലയോ ദക്ഷിണ വേണ്ടുവോളം എന്നാ ചോദിക്കുന്നത്. ആവശ്യത്തിന് കിട്ടിയില്ലേ? ആകെപ്പാടെ സീൻ ഭയങ്കര പ്രശ്നമായിരിക്കുന്ന സമയത്ത് വള്ളത്തോള് സീനൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഗോലോകത്ത് നിന്ന് രാധയും കൃഷ്ണനെയും കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് വലിയ താല്പര്യമുണ്ടായ ഒരു കൂടിക്കാഴ്ചയാണത്. രാധയും കൃഷ്ണനും വന്നിട്ട് ഈ ഗണേശന്റെ വിഷമത്തെ ഒതുക്കി തീർക്കാൻ നോക്കുക. അതിനുശേഷം ഞാൻ അതുപോലൊരു കാഴ്ച കണ്ടത് മള്ളിയൂരാണ്. കാരണം ഗണേശനും കൃഷ്ണനും, നമുക്ക് രണ്ട് പ്രിയപ്പെട്ട ആൾക്കാർ, രണ്ടും കുസൃതികള്, കുരുത്തം കെട്ടതുങ്ങള് ഒരുമിച്ച് കൂടിയിരിക്കാൻ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാഴ്ചയാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, വേറെ ഏത് ചിത്രം നോക്കുന്നതിൽ കൂടുതൽ ഈ ചിത്രം നോക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ അറിയാത്ത ഒരു കുസൃതിയുടെ ഒരു മാതൃത്വമൊക്കെ ഉണർന്നു വരും, അല്ലേ? കുസൃതികളായിട്ടുള്ള രണ്ട് മക്കളെ നോക്കുന്ന അമ്മയുടെ പോലത്തെ ഒരു ഭാവം നമ്മളിലുണ്ടാവും.
അങ്ങനെ ഒരു കാര്യത്തെ കൺസീവ് ചെയ്യുക, അങ്ങനെ ഒരു കാര്യത്തെ സങ്കല്പിക്കുക എന്നുള്ളത് തന്നെ മഹാത്മാക്കൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആ മഹാത്മാവിനെ കാണാനും പാദനമസ്കാരം ചെയ്യാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് വീണ്ടും മള്ളിയൂർ എത്തുന്ന സമയത്ത് അതിൻ്റെ നിറവിൽ കൂടിയാണ് ഞാൻ നിൽക്കുന്നതെന്ന് നിങ്ങളോട് ധന്യതയോടുകൂടെ പറയാം. ഇവിടെ വന്ന സമയത്ത്, ഇവിടേക്ക് വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, മള്ളിയൂർ എന്നാണ് വിളിക്കുന്നത്. വരാനുണ്ടായ കാരണം, ഒരു പ്രഭാഷണം ചെയ്യാൻ പറ്റുമോ? ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി എന്തായാലും വരാം എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, സംസാരിക്കേണ്ട വിഷയമുണ്ട്, ശുദ്ധഭക്തിയുടെ മനോഹാരിത എന്ന വിഷയത്തിലാണ് സംസാരിക്കേണ്ടത്. ഞാൻ ആലോചിച്ച് നോക്കി, ഞാൻ വളരെ ചെറിയ കാലം മുതൽ പ്രഭാഷണം നടത്തുന്ന ഒരാളാണ്. വളരെ ചെറിയ കാലം മുതൽ, ഒരു 14 വയസ്സ് മുതലൊക്കെ ഞാൻ പ്രഭാഷണ വേദിയിലുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് വരെ ഭക്തിയെക്കുറിച്ച് ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല. ആധ്യാത്മിക പ്രഭാഷണമാണ് ഞാൻ നടത്തുന്നത്. അപ്പം ഞാൻ ഇത്രയും കാലം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. സംസാരിക്കുന്നത് പലപ്പോഴും സാധനയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും. പക്ഷെ ഭക്തി ഒരിക്കലും ഞാനൊരു വിഷയമായിട്ട് തിരഞ്ഞെടുത്തില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പം ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു, ഭഗവാൻ തന്നെ നീ കുറച്ച് ഭക്തിയെക്കുറിച്ച് കൂടെ പറഞ്ഞോ എന്ന് പറഞ്ഞാണ് എന്ന് വിചാരിച്ചിട്ട് ആ വിഷയത്തെ തിരഞ്ഞെടുക്കാനുണ്ടായത്. ഭക്തി എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മുഴുവൻ നമ്മൾ കേൾക്കുന്നത്, നിങ്ങളെല്ലാവരും ആറാടിയിരിക്കുന്നത് ഭക്തിയുടെ രസത്തിലാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളെ അടിമുടി സ്വത്വത്തെ, എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ സ്വത്വത്തെ, നമ്മുടെ ഐഡൻറ്റിറ്റിയെ മറന്നു പോക്കുന്ന ഒരു പണിയാണ്. അതുകൊണ്ട് ഭക്തിയുടെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ഓർമ്മ ഉണ്ടാവില്ല? നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദുഃഖങ്ങളും നമ്മൾ ഭക്തി വരുന്ന സമയത്ത് മറന്നു പോകുന്നു എന്ന് പറയുന്നത് അല്ലേ? ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ചെല്ലുന്ന സമയത്ത്, ഒരു പ്രഭാഷണം കേൾക്കുന്ന സമയത്ത്, ഒരു ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഒക്കെ നമ്മുടെ മനസ്സ് നിറയെ, ഹൃദയം നിറയെ ഭക്തി തുളുമ്പി വരികയും ഞാൻ ഇന്നൊരു വ്യക്തിയാണെന്ന് ഞാൻ മറന്നു പോവുകയും ചെയ്യും. ലോകത്തെ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവനവൻ ആരാണ് എന്ന് മറന്നു പോകുന്ന അവസ്ഥയാണ്. എപ്പോഴാണോ നമ്മൾ നമ്മളെ തന്നെ മറന്നു പോകുന്നത്, അങ്ങനത്തെ നിമിഷങ്ങളൊക്കെ ആഹ്ലാദകരമാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ആരാണ്? നമ്മളാണ്. നമ്മൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ ഈ ബുദ്ധിമുട്ട് മുഴുവൻ അനുഭവിക്കുന്നത്, അല്ലേ? നമ്മൾ തന്നെയാണ് നമുക്ക് എല്ലാവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നത്. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം അവനവൻ ആഗ്രഹിക്കുന്നത് അവനവൻ എന്ന വ്യക്തിബോധത്തിൻ്റെ പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അവനവൻ എന്ന വ്യക്തിബോധത്തിൻ്റെ പുറത്തേക്ക് കിടക്കാൻ വേണ്ടി ഒരുപാട് പദ്ധതികൾ ഭാരതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പദ്ധതികൾ ഉണ്ടായിട്ടുണ്ട്. രാജയോഗ ആവട്ടെ, കർമ്മയോഗ ആവട്ടെ, ഹഠയോഗ ആവട്ടെ, അങ്ങനെ നോക്കിയ നാദയോഗമാവട്ടെ, ലയയോഗമാവട്ടെ, തന്ത്രയോഗങ്ങളാവട്ടെ, പല തരത്തിലുള്ള യോഗ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഹൃദയത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഭക്തിയാണ്. ഭക്തിയോഗമാണ് ഹൃദയത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിക്കുന്നതും ഭക്തി തന്നെയാണ്. അപ്പം ഞാൻ സാധനയെക്കുറിച്ച് സംസാരിച്ചാൽ, ഒരു വലിയ വേദിയിൽ സാധനയെക്കുറിച്ച് സംസാരിച്ചാൽ അത് മനസ്സിലാവുക 2 പേർക്കായിരിക്കും. പക്ഷെ ഭക്തിയെക്കുറിച്ച് സംസാരിച്ചാൽ അതെല്ലാവർക്കും മനസ്സിലാവും. കാരണം അത് ഹൃദയത്തിലേക്കുള്ള കമ്മ്യൂണിക്കേഷനാണ്, അത് ഹൃദയത്തിലേക്കുള്ള സംവേദനമാണ്. കാരണം ഭക്തി ഹൃദയത്തിൻ്റെ വികാരമാണ്. അതെന്താ ഹൃദയത്തിൻ്റെ വികാരം എന്ന് പറയുന്നത്? ഹൃദയത്തിൻ്റെ വികാരം എന്ന് പറയുന്നത് ഹൃദയം ദ്വൈതമില്ലാത്തൊരു കാര്യമാണ്. ഹൃദയത്തിന് ശരി തെറ്റുകളില്ല, പുണ്യപാപങ്ങളില്ല, ഗുണദോഷങ്ങളില്ല, സദാചാര ദുരാചാരങ്ങളില്ല. ഹൃദയത്തിന് നേർവഴി മാത്രമേ ഉള്ളൂ. പക്ഷെ ബുദ്ധിക്ക് അങ്ങനെയല്ല. ബുദ്ധിക്ക് ശരി തെറ്റുണ്ട്, നല്ലത് ഏതാ ചീത്ത ഏതാ എന്നുള്ള ചിന്ത ഉണ്ട്, സദാചാര ദുരാചാര ബോധമുണ്ട്, രാത്രിയും പകലും ഉണ്ട്, ശിഷ്ടോച്ചിഷ്ട വിചാരങ്ങളുണ്ട്, നിത്യാനിത്യങ്ങളുണ്ട്, പലതുണ്ട് ബുദ്ധിക്ക്. പക്ഷേ ഹൃദയത്തിന് അതില്ല. ഭക്തിക്ക് അതുകൊണ്ട് ഇതൊന്നുമില്ല എന്നാ പറയാം.
അങ്ങനെ ഉള്ള മറ്റൊരു കാര്യം നമുക്ക് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും, എളുപ്പത്തിൽ മനസ്സിലാവും. അത് പ്രണയമാണ്. പ്രണയത്തിന് ശരി തെറ്റുകളില്ല, ഗുണദോഷങ്ങളില്ല, പുണ്യപാപങ്ങളില്ല. പ്രണയത്തിൽ അകപ്പെട്ടാൽ പിന്നെ എന്താ പിന്നെ? അത് മാത്രമേ ശരിയുള്ളൂ. അതെല്ലാവർക്കും അറിയാം. ഞങ്ങൾക്കൊരു ക്ലിനിക്ക് ഉണ്ട് തൊണ്ടയാട്, കോഴിക്കോട്. അവിടെ ചിലപ്പം ആളുകൾ വരും. എന്തിനാ വരുന്നതെന്നറിയോ? ഇവളെ എങ്ങനെയെങ്കിലും ഒന്ന് ഇവൻ്റെ അടുത്തുനിന്ന് വേർപ്പെടുത്തി തരണം. അപ്പം ഡിവോഴ്സ് ആക്കാനല്ല വരുന്നത്. പ്രണയത്തിൽ ഏർപ്പെട്ട രണ്ടാൾക്കാരെ നിഷ്ഠൂരന്മാരായ ഞങ്ങൾ എന്ത് ചെയ്യണം? വേർപ്പെടുത്തണം. പക്ഷെ ഞങ്ങളൊരു ബോർഡ് വെച്ച് പ്രണയ കേസുകൾ അറ്റൻഡ് ചെയ്യുന്നതല്ല. ഇവരെന്താ പറയുക? പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് നമ്മളോട് പറയും, അവനെ കണ്ടാലും മതി, എന്തിനെങ്കിലും കൊള്ളുമോ, അവളെ എത്ര നല്ല ഭംഗിയുണ്ട്, അവൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ട്, ഞങ്ങൾക്ക് എത്ര കുലമഹിമുണ്ട്, ഈ പറഞ്ഞ ഏതെങ്കിലും ഇവനുണ്ടോ? മുഖത്തേക്ക് നോക്കൂ ആരെങ്കിലും ഇവൻ്റെ എന്നാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. ഇതേപോലെ കേരളത്തിലെ സന്യാസിമാരുടെ അടുത്തൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള സന്യാസി നിങ്ങൾക്ക് അറിയാം, ചിദാനന്ദപുരി സ്വാമികളാണ്. സ്വാമികൾ ഒരിക്കൽ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. സ്വാമി പറയാണ്, ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്. ശാസ്ത്രീയമായ പരിഹാരമൊന്നുമല്ല, പക്ഷെ നടപ്പിലായ വിജയിക്കും. അതെന്താ സംഭവം? ഈ പെൺകുട്ടി ഉറങ്ങിക്കിടക്കുമ്പോൾ അവളെ കണ്ണ് അങ്ങോട്ട് മാറ്റി വെക്കുക. ആരെ കണ്ണായിട്ട് വെക്കുക? നിങ്ങളെ കണ്ണ് പിടിപ്പിക്കുക. നിങ്ങളെ കണ്ണ് പിടിപ്പിച്ചാൽ എന്തുണ്ടാവും? നിങ്ങൾ കാണുന്ന കാഴ്ച അവൾ കാണും. അല്ലാണ്ട് അവളെ കണ്ണു കൂടെ നോക്കിയിട്ട് ഒരു കാരണവശാലും ഇവൻ മോശക്കാരനാവുന്നില്ല. നമ്മൾ പറയാറുണ്ട്, ലോകത്തെ പ്രണയസങ്കല്പങ്ങളിലെ ഏറ്റവും ഉദാത്ത മാതൃകയായിട്ട് പറയാറില്ല ലൈല മജ്നു എന്നാ പറയാറുള്ളത്. ലൈല ലോകത്തിലെ ഏറ്റവും സുന്ദരിയാന്ന് പറഞ്ഞ് വേറൊരാൾക്ക് കല്യാണം കഴിക്കാൻ നോക്കിയാൽ അയാൾ പറയും, അയ്യേ ഇതാണോ ലോകത്തിലെ ഏറ്റവും സുന്ദരി എന്ന്. മജ്നു ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനാണെന്ന് ആരോടും പറഞ്ഞാൽ ആളുകൾ ഈ കൊരങ്ങനെ പോലത്തെ മനുഷ്യനെയാണോ നിങ്ങൾ സുന്ദരൻ എന്ന് വിളിക്കുന്നത്? ലൈലയ്ക്ക് സൗന്ദര്യം ഉണ്ടാവുന്നത് മജ്നുവിൻ്റെ കണ്ണു കൂടെ നോക്കുമ്പോൾ മാത്രമാണ്. മജ്നുവിനൊക്കെ സൗന്ദര്യം ഉണ്ടാവുന്നത് ലൈലയുടെ കണ്ണു കൂടെ നോക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ വീട്ടുകാർക്ക് എന്താ പ്രശ്നം? വീട്ടുകാർ ബുദ്ധി കൊണ്ടാണ് ചിന്തിക്കുന്നത്. പെൺകുട്ടിയും ചെറുക്കനും ഹൃദയം കൊണ്ടാണ് ചിന്തിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോൾ ബുദ്ധി മാറി, ഹൃദയം മാറി ബുദ്ധിയാവും. അപ്പോൾ വീട്ടുകാർ കണ്ട കാഴ്ചയൊക്കെ അവർ കാണാൻ തുടങ്ങും. അപ്പം ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഒരു പ്രണയബന്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും നല്ല പരിപാടി അവരെ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതോടുകൂടി ആ പ്രണയബന്ധം അവസാനിക്കും. നമ്മൾ പറയാറില്ലേ, 12 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹം കഴിച്ചു. പ്രണയത്തിൻ്റെ ഒടുവിലാണ് വിവാഹം, പ്രണയത്തിലിരിക്കുമ്പോൾ അല്ല. പ്രണയം തീർന്നാൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് പിന്നെ ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറിക്കൊള്ളുക. അത് മാത്രമേ വഴിയുള്ളൂ. കാരണം ഹൃദയത്തിൻ്റെ വികാരം ആണ് പ്രണയം. അതിന് ശരി തെറ്റുകൾ നോക്കാൻ പറ്റില്ല. അതിന് ഇതാണ് ശരി അതാണ് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഏതുപോലെ? ഭക്തിയെ പോലെ. ആ പ്രണയം തന്നെയാണ് ഭക്തി എന്നാണ് നാരദ ഭക്തിസൂത്രം പറയുന്നത്. യാ തസ്മിൻ, അല്ലേ, കേട്ടിട്ടുണ്ട്? പരമപ്രേമരൂപം, അല്ലെ? പരമപ്രേമം എന്തിനോട്? ആ പരമാത്മാവിനോടുള്ള പരമമായ പ്രേമത്തിന്റെ പേരാണ് ഭക്തി. എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള വികാരമാണ് കാമം. സർവ്വ ജീവജാലങ്ങൾക്കും കാമം എന്ന് പറയുന്ന വികാരമുണ്ട്, മനുഷ്യനും ഉണ്ട്. പക്ഷെ മനുഷ്യന് മാത്രം ഒരു പ്രത്യേകതയുണ്ട്, കാമത്തെ പ്രണയമാക്കി തീർക്കാനുള്ള കഴിവുണ്ട്. പ്രണയത്തെ ഭക്തിയാക്കി തീർക്കാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ കാമം, പ്രണയം, ഭക്തി എന്നത് മൂന്നും ഒരു കാര്യത്തിൻ്റെ 3 അവസ്ഥാന്തരനാണ്. എങ്ങനെയാണോ ഒരു കരിക്കട്ട വജ്രമായിട്ട് തീരുന്നത്, അതുപോലെ നിരന്തരമായ അനുഷ്ഠാനത്തിലൂടെ, നിരന്തരമായ ശ്രദ്ധയിലൂടെ തന്നിലുള്ള കാമവികാരത്തെ ഒരു വ്യക്തിക്ക് പ്രണയവികാരമാക്കി മാറ്റാൻ പറ്റും. ഏതുപോലെ? വ്രജഗോപികമാരെ പോലെ. വൃന്ദാവനത്തിലെ വ്രജഗോപികമാർക്ക് സുഖസുഖിത്വമാണ് ഉള്ളതെന്ന് പറയാം. സുഖസുഖിത്വം എന്താണ്? സുഖിയുടെ സുഖാണ് ഞങ്ങളുടെ സുഖം, സുഖിയുടെ സുഖാണ് ഞങ്ങളുടെ സുഖം, സുഖം തരുന്ന ആളുടെ സുഖമാണ് ഞങ്ങളുടെ വിഷയം.
പക്ഷെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇന്ന് നാട്ടിൽ കാണുന്ന പ്രണയങ്ങളൊക്കെ അങ്ങനെയാണോ? അതിന് നമ്മൾ പ്രണയം എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ലേ? തുരിശ് കലക്കി കൊടുത്തിട്ട് ആളെ കൊല്ലുക, ഏ പ്രണയം നിഷേധിച്ചതിന്റെ പേരിൽ ആസിഡ് മുഖത്തൊഴിക്കുക, അല്ലെങ്കിൽ പ്രണയം നിഷേധിച്ചതിന്റെ പേരിൽ റോട്ടിൽ കാത്തു നിന്നിട്ട് കല്ലെടുത്തെറിയുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്തെങ്കിലും തോന്നിവാസം എഴുതി പിടിപ്പിക്കുക. ഒരിക്കൽ പ്രണയിച്ച ആള് പിന്നെ ആ പ്രണയബന്ധത്തിൽ നിന്ന് മാറുമ്പം അവരെ ദ്രോഹിക്കുക. ഇതിനൊക്കെ നമ്മൾ എന്ത് പേരിട്ടിട്ടാ പ്രണയം എന്ന് വിളിക്കുന്നത്? അല്ലെങ്കിൽ എന്തെങ്കിലും ഉദ്ദേശം കൊണ്ട് ആൾക്കാരെ പ്രണയിക്കുക. ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടണമെന്നോ, ഞങ്ങളുടെ മതവിശ്വാസത്തിലാക്കണമെന്നോ, ഞങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ഉദ്ദേശത്തോ. അതൊക്കെ ബിസിനസ് എന്നാണ് അതിനെ വിളിക്കേണ്ടത്. അതിനെന്ത് വിളിക്കരുത്? പ്രണയം എന്ന് വിളിക്കരുത്. പ്രണയം എന്ന് വിളിക്കാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ ദൈവികമായ പശ്ചാത്തലങ്ങളിൽ മാത്രമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ അത്രയും ഉയരുന്ന സമയത്ത് മാത്രമാണ്. അതാണ് വ്രജഗോപികമാരുടെ പ്രണയം. വ്രജത്തിലെ ഗോപികമാര് കൃഷ്ണൻ എന്ന് മുഴുവൻ അവർക്ക് പറയാൻ പറ്റുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചീയുന്ന ഭർത്താക്കന്മാരോട് അവർക്ക് യാതൊരു അടുപ്പവും തോന്നുന്നില്ല. ഇത് അക്കമഹാദേവി പറയുന്നുണ്ട്, ചീയുന്ന ഭർത്താക്കന്മാരെടുത്ത് അടുപ്പിലിടുന്ന. ഭയങ്കര പൊളിറ്റിക്കലി ഇൻകറക്റ്റായ പ്രസ്താവനയാണല്ലേ. ദൈവം സഹായിച്ച് ഇതിപ്പോൾ ഒരു മിക്സഡ് ക്രൗഡാണ്. പൊതുവേ ഭക്തിയെക്കുറിച്ച് പ്രഭാഷണത്തിന് വരുമ്പോൾ കൂടുതൽ സ്ത്രീകളാണ് ഉണ്ടാവുക. ഭാഗവത സപ്താഹം കേൾക്കാൻ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് ഉണ്ടാവുക, അല്ലേ? അതെന്താ? അത് ആണുങ്ങൾക്ക് വേറെ പണിയുണ്ട്. ആണുങ്ങൾക്ക് വേറെ പണിയുണ്ട്. എന്തൊക്കെയാ പണി? ഇസ്രായേൽ പാലസ്തീനോട് ചെയ്തത് ശരിയാണോ എന്ന് പറയുക, അമേരിക്ക അഫ്ഗാനിസ്ഥാനോട് ചെയ്തത് ശരിയാണോ പറയുക. ഇങ്ങനെ ലോകത്തുള്ള സർവ്വ വേണ്ടാധീനങ്ങളെയും കുറിച്ച് അഭിപ്രായം പറയലാണ് ആണുങ്ങളെ പണി. സ്ത്രീകൾ സ്വാഭാവികമായി എവിടെയാണോ പരമാത്മാവിൻ്റെ ചൈതന്യം വിളങ്ങുന്നത് അവിടേക്ക് സ്വമേധയാ ആകർഷിക്കപ്പെടുന്നു. കാരണം സ്ത്രീ പ്രകൃതിയാണ് എന്നാ പറയാം. പുരുഷൻ ബുദ്ധിയും സ്ത്രീ ഹൃദയവുമാണ്. ഹൃദയത്തിൻ്റെ വികാരം ആനന്ദമാണ്. അതുകൊണ്ട് നമ്മൾ ഹൃദയാനന്ദം എന്ന് പറയാറുള്ളത്. പുരുഷൻ ബുദ്ധിയാണ്. പുരുഷൻ പക്ഷെ ഉയർന്നു കഴിഞ്ഞാൽ ആ വികാരം ബോധമാണ്, കോൺഷ്യസ്നെസ് ആണ്. പക്ഷെ അങ്ങനെ ഉയരാൻ പൊതുവെ പുരുഷന്മാർ ശ്രമിക്കാറില്ല. കാരണം ഇതൊക്കെ തീരുമാനമാക്കണ്ടേ. അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ ചെയ്യുന്ന പ്രശ്നമൊക്കെ തീരുമാനമാക്കണം, നാട്ടിലെ എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അവനവൻ്റെ ആത്മാവിലേക്ക് നോക്കാൻ. പക്ഷെ നോക്കുന്ന സമയത്ത് സ്ത്രീകൾ വളരെ പെട്ടെന്ന് തന്നെ എന്തിലേക്ക്? ആത്മതത്വത്തിനോട് അടുത്ത് വരുന്നുണ്ട്. സത്യത്തിൽ ഇന്ന് ഞാൻ ഇതൊക്കെ പറയുന്ന ഒത്തിരി അപകടമാണ്. ഇവിടെ കുറച്ച് പുരുഷന്മാരെയും കാണുന്നുണ്ട്. പൊതുവെ സ്ത്രീകളാണെങ്കിൽ ഇത് പറഞ്ഞ കയ്യടിയൊക്കെ കിട്ടും, ഇറങ്ങി പോകുമ്പോൾ വലിയ സ്നേഹമൊക്കെ ഉണ്ടാവും. ഇന്ന് അങ്ങനെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും സത്യം പറയാനൊക്കെ വയ്യല്ലോ. ഓഷോ രജനീഷിനോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്രയോ പുരുഷന്മാരായ മിസ്റ്റിക്കുകളെ കുറിച്ച് പറഞ്ഞു, കൃഷ്ണനെ കുറിച്ച് പറഞ്ഞു, യേശുവിനെ കുറിച്ച് പറഞ്ഞു, ബുദ്ധനെ കുറിച്ച് പറഞ്ഞു, മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞു, പല ആളുകളെയും കുറിച്ച് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾ സ്ത്രീകളിൽ ഒരാളെ കുറിച്ച് പോലും പറയാത്തത്? ശരിയാണ്, മീരയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വളരെ ലല്ലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വളരെ കുറച്ച് റാബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, വളരെ കുറച്ച് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തോത് വെച്ച് നോക്കുമ്പോൾ സ്ത്രീകളുടെ ആത്മജ്ഞാനം കിട്ടിയ സ്ത്രീകളുടെ എണ്ണം പുരുഷന്മാരെക്കാട്ടും കുറവാണോ എന്നൊരു ചോദ്യം ഓഷോനോട് ഒരാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓഷോ പറയാണ്, സ്ത്രീകൾക്ക് ആത്മജ്ഞാനം കിട്ടിയാൽ അവർ ആത്മജ്ഞാനവുമായി അങ്ങ് പോയിക്കോളും. പുരുഷൻ ഇത് ഇത്തിരി എങ്ങാനും കിട്ടിയാൽ പിന്നെ ഉടനെ അതുപോലെ മൈക്ക് കെട്ടി നാട്ടുകാരോട് വിളിച്ചു പറയാൻ നിൽക്കും. എന്താണ്, എനിക്കിത് കിട്ടിയിണ്ടേ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഉത്ബോധിപ്പിക്കാൻ നിൽക്കും. സ്ത്രീകൾ പലപ്പോഴും ആത്മജ്ഞാനത്തിൻ്റെ നിർവൃതിയിൽ കടന്നു പോകാറാണ്. അതുകൊണ്ട് എത്ര പുരുഷ മിസ്റ്റിക്കുകളെ കാണുന്നോ അതിൻ്റെ 3-4 ഇരട്ടി സ്ത്രീ മിസ്റ്റിക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും. അവർ ഹൃദയം കൊണ്ടാണ് സംവേദനം ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് ആരെയും പറഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് മതം മാറ്റേണ്ട ആവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീ ഹൃദയമാണ് എന്ന് പറയുന്നു. സ്ത്രീ ഹൃദയമാണ്, സ്വാഭാവികമായി തന്നെ ഹൃദയമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് സ്ത്രീ മിസ്റ്റിക്കുകളുടെ കൂട്ടത്തിൽ കഠിനങ്ങളായിട്ടുള്ള, അല്ലെങ്കിൽ കഠിനം എന്ന് പറയാൻ പറ്റില്ല, ശക്തങ്ങളായിട്ടുള്ള സ്വരങ്ങൾ മീരാബായിൽ നിന്നും, അക്കമഹാദേവിയിൽ നിന്നും, കാരക്കൽ അമ്മയിൽ നിന്നും, ലല്ലേശ്വരിയിൽ നിന്നും, ആണ്ടാളിൽ നിന്നൊക്കെ കേൾക്കുന്നത്, നമ്മുടെ മഞ്ജുളയിൽ നിന്ന് കേൾക്കുന്നത്, നമ്മളെ കുറൂരമ്മയിൽ നിന്ന് കേൾക്കുന്നത്, അത് വളരെ ശക്തമായ സ്വരാണ്. പക്ഷെ ആ സ്വരം ആരെയും വേദനിപ്പിക്കുന്നില്ല. ശക്തമായ സ്വരാണ്, അതേ സമയത്ത് അത് മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ടല്ല എന്നുള്ളത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം സ്ത്രീകളെ
ഭഗവാൻ ഒപ്പം തന്നെ വ്രജഗോപികമാർക്കൊപ്പം തന്നെ ഇരുത്തിയിട്ടുണ്ട്. മീരയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ രാധ മീര എന്നാണ്. രാധ പോലെ മീര. മീര ഏത് കാലത്ത് ജീവിച്ചു? കൃഷ്ണനെ കണ്ടിട്ട് പോലുമില്ല. രാധയും മീരയും എന്നാ പറയാ. അതേപോലെ ആണ്ടാളിനെ നമ്മൾ രംഗനാഥന്റെ അടുത്താണ് ഇരുത്തുന്നത് കാണുന്നത്. നടരാജന്റെ അടുത്ത് കൈമണിയായിട്ട് ആരിയ്ക്കുന്നുണ്ട്? കാരക്കലമ്മ ഇരിക്കുന്നുണ്ട്. എത്ര പുരുഷ ഭക്തന്മാരുണ്ട്! അവരെ ആരെയും നമ്മൾ ഉള്ളോട്ട് കയറ്റി ഇരുത്തിയിട്ടില്ല. അക്കയെ നമ്മൾ മഹാദേവി എന്ന് വിളിക്കുന്നത്. മഹാദേവി എന്ന് പറഞ്ഞാൽ എന്താ? മഹാദേവന്റെ പത്നി എന്ന് തന്നെയാണ്. മഹാദേവന്റെ പത്നിയായി തീരുക. അക്ക ജനിച്ചു വളർന്ന കർണാടകത്തിലാണ്. കർണാടകത്തിന്റെ ആ കാലത്ത് 12ാം നൂറ്റാണ്ടിന്റെ പശ്ചാത്തലം കുറച്ച് ജാതീയമായ സംഘർഷവും പല പ്രശ്നങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിലാണ് അക്ക ജനിക്കുന്നത്. അതിസുന്ദരിയായിട്ടുള്ള യുവതി, അതിസുന്ദരി, പറയാൻ പറ്റാത്തത്രയും സൗന്ദര്യം. ആ സൗന്ദര്യം കണ്ടിട്ട് ആ രാജാവ്, അവിടെ ഭരിച്ചിരുന്ന രാജാവ് കൗശിക രാജാവിന് ഇഷ്ടമായി. കൗശിക പയ്യാനായകൻ എന്ന് വിളിക്കും. കൗശികൻ ഇഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അക്കയുടെ അമ്മയും അച്ഛനും ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ലേ കല്യാണത്തിന്. കാരണം എന്താ? ഇയാൾ രാജാവാണെങ്കിലും ഇയാളെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല. ഒടുവിൽ അച്ഛനെ അമ്മയെ എന്തെങ്കിലും തരത്തിൽ ദ്രോഹിക്കും എന്ന് കരുതിയിട്ട് അക്ക വിവാഹത്തിന് തയ്യാറാവുക. ആ വിവാഹത്തിന് തയ്യാറാവുന്ന സമയത്ത് 3 ഉടമ്പടികൾ അക്ക വെക്കുന്നുണ്ട്. ഒന്നെന്താ? ഞാൻ എൻ്റെ ചെന്നമല്ലികാർജുനനുമായി ഉള്ള പൂജ ഒരു കാരണവശാലും നിർത്തില്ല. 2, ഞാൻ എൻ്റെ തരക്കാരുമായി, അതാരാ? ശിവശരണന്മാര്, അവരുമായിട്ടുള്ള സംസാരം ഒരിക്കലും നിർത്തില്ല. 3, എന്താണ്? ഒരു കാരണവശാലും എന്നെ പ്രാപിക്കാൻ ശ്രമിക്കരുത്. എൻ്റെ അനുവാദമില്ലാതെ പ്രാപിക്കാൻ ശ്രമിച്ചാൽ 3 ചാൻസ് നിങ്ങൾക്ക് തരും. 3ാമത്തതിൽ ഞാൻ ഇറങ്ങിപ്പോവും എന്നാണ്. ആലോചിച്ച് നോക്കൂ. ഒരു സ്ത്രീ സ്വതവേ തന്നെ ചെന്നമല്ലികാർജുനന്റെ ഭാര്യയാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെയുള്ളൊരു സ്ത്രീയെ നിങ്ങൾ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുക. എന്തു ദുരിതമായിരിക്കും ഓരോ ജീവിതം. മീര അനുഭവിച്ചതുപോലെ. മഹർഷി അരവിന്ദൻ പറയുന്നുണ്ട്, ടു ഡു അഡൾട്ടറി വിത്ത് ദ ഗോഡ് ഈസ് ദ പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ഫോർ വിച്ച് ദ എൻറ്റയർ യൂണിവേഴ്സ് ഇസ് ക്രിയേറ്റഡ് എന്ന്. എന്താണ്? ദൈവവുമായി ജാരപ്രവൃത്തിയിൽ ഏർപ്പെടുക എന്നുള്ള മനോഹരമായ കാര്യത്തിന് സാക്ഷ്യം വഹിക്കാനാണത്രേ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത്. അതെന്താ അങ്ങനെ പറയുന്നത്? ജാരൻ എന്ന് പറഞ്ഞാൽ ഒരു മോശം പേരാണ് അല്ലേ? ഭർത്താവില്ലാത്ത സമയത്ത് വരുന്ന ആളാണ് ജാരൻ, അല്ലെങ്കിൽ ഭർത്താവിനെ കണ്ണ് വെട്ടിച്ച് വരുന്ന ആളാണ് ജാരൻ. അങ്ങനെയുള്ള ജാരനാണ് ദൈവം എന്നാണ് പറയുന്നത്. ആർക്ക്? ഇത്തരം സമൂഹവും കുടുംബവും ഒക്കെ വിലക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ച്. അത് അന്നത്തെ കാലത്തല്ല, ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. എത്രയോ വീടുകളിൽ സ്ത്രീകൾ ഭക്തിയുടെ മാർഗത്ത് പോകുന്ന സമയത്ത് വീട്ടുകാർക്ക് പേടിയാവും. എന്താ പേടി? ഇവരിനി തിരിച്ചു വരൂല, ഞങ്ങളെ കാര്യം കട്ടപ്പുകയാവും എന്നാണ് അതിൻ്റെ വിഷയം. ഭർത്താവിൻ്റെ കാര്യം കട്ടപ്പുകയാവും എന്ന് തന്നെയാണ് പറയുന്നത്. ആ പേടിയൊക്കെ ഇവർ നമ്മളെടുത്ത് വന്ന് പറയുകയും ചെയ്യും. ഇവളിങ്ങനെ ഭക്തിൻ്റെ മാർഗത്ത് പോയി സന്യാസിനിയായി പോയാൽ ഞാൻ എന്ത് ചെയ്യും? അതാണ് പ്രശ്നം. ഇവള് നന്നാവുന്നതല്ല. എന്താണ് പ്രശ്നം? ഞാൻ ഒറ്റയ്ക്കായി പോവല്ലോ എന്നുള്ളതാണ്. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്യേണ്ടി വരുന്നു? ഈശ്വരനുമായി ഒരു ജാരബന്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു. ഒളിപ്പിച്ച് കൊണ്ടടക്കേണ്ടി വരുന്നു ഈശ്വരനെ. അങ്ങനെ അക്ക ഈശ്വരനെ ഒളിപ്പിച്ച് കൊണ്ടു നടന്നു. ആ ഒളിപ്പിച്ച് കൊണ്ടു നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഈശ്വരൻ അവളുടെ സഹായത്തിനെത്തി. ചെന്നമല്ലികാർജുനൻ അവളുടെ സഹായത്തിനെത്തി. എന്നിട്ട് ഏത് രൂപത്തിൽ? ഭർത്താവിൻ്റെ രൂപത്തിൽ. ഭർത്താവ് 3ാമത്തെ തവണ അവളെ കടന്നു പിടിക്കാൻ ശ്രമിച്ചു. അക്ക പറഞ്ഞു, നിങ്ങൾ എൻ്റെ ശരീരം കണ്ടിട്ടാണ് കടന്നു പിടിക്കുന്നത്. പാതി മറച്ച എൻ്റെ ശരീരം നിങ്ങളിൽ കാമവികാരത്തെ ഉണർത്തിവിടുന്നു. ഈ റാന്തലിൻ്റെ വെളിച്ചത്തിൽ കാണുന്ന എൻ്റെ ശരീരം നിങ്ങളിൽ കാമവികാരം ഉണർത്തിവിടുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്നെ പ്രാപിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് മുഴുവൻ വസ്ത്രവും അവിടെ വലിച്ചു കീറി കളയുക ചെയ്യുന്നു. ഇതാ, മുഴുവൻ എന്നെ കണ്ടോളൂ, എന്നെ മുഴുവനായിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ കൊട്ടാരത്തിൽ നിൽക്കുകയല്ല ചെയ്യുന്ന. അക്ക നഗ്നയായിട്ട് ഇറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. അതിസുന്ദരിയായ ഒരു യുവതി കൊട്ടാരം വിട്ട് നടന്നു പോകുന്നു നഗ്നയായിട്ട് എന്ന് പറഞ്ഞാൽ രാജ്യത്തിനും ആ രാജാവിനും ഇതിൽ പരൊരു മാനക്കേട് ഉണ്ടാവാനില്ല.
അതിലുപരി അങ്ങനെ ഒരു തീരുമാനം അവൾ എടുക്കാനുള്ള കാരണം എന്താ? അവള് ആ ദിഗംബരന്റെ പത്നി ആയതുകൊണ്ടാണ്. അവള് സ്വാഭാവികമായി ആ ദിഗംബരന്റെ പത്നി സ്ഥാനം അലങ്കരിച്ചു കഴിഞ്ഞു. അവനിലും വലിയത് ആരുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലയോ കിന്ന ബൊമ്മരി എന്ന് പറയുന്ന ഒരാള് അക്കയെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രണയസല്ലാപം വഴി. ആ സമയത്ത് പറയുന്നുണ്ട്, നീ എൻ്റെ ശരീരം കണ്ട് എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു, എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു, എന്നോട് പ്രണയം പറയുന്നു, എൻ്റെ ചെന്നമല്ലികാർജുനന് ഇതൊക്കെ ഇഷ്ടാവുമോ എന്ന്. നമുക്ക് ഒരിക്കലും തോന്നൂല ചെന്നമല്ലികാർജുനൻ അക്കയുടെ കൂടെ ഇല്ല എന്ന്. അക്കയുടെ പതിയായിട്ട് ചെന്നമല്ലികാർജുനൻ ഉണ്ട് എന്ന് അനുഭവപ്പെടുന്നു. രണ്ട് അവസരത്തിൽ ഒരാൾക്ക് നഗ്നതയെ പുൽകാൻ പറ്റുള്ളൂ. എപ്പോഴാണത്? ഒന്ന് ഭ്രാന്താവുമ്പോൾ, അല്ലേ? അത് നമുക്കറിയാം. രണ്ട് മരിക്കുമ്പോഴും ഭ്രാന്താവുമ്പോഴും നഗ്നത നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. കാരണം എന്താ? രണ്ടവസ്ഥയിലും അഹങ്കാരമില്ല. അഹങ്കാരം പൂർണ്ണമായ ഒരു വ്യക്തിയിൽ നിന്ന് ഏത് സമയത്ത് ഇല്ലാതെയാവുന്നു, ആ സമയത്ത് മാത്രമാണ് ഒരു വ്യക്തിക്ക് പൂർണ്ണമായി നഗ്നതയെ പുൽകാൻ പറ്റുക. അതുകൊണ്ട് നഗ്നമാരായിട്ടുള്ള സന്യാസിമാരെ നമ്മൾ കുംഭമേളയ്ക്കൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവരഴിച്ചു കളഞ്ഞിരിക്കുന്നത് കേവലം തുണി കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളല്ല, മറിച്ച് എന്താണ്? അഹങ്കാരമാകുന്ന മേലാപ്പാണ്. അതുപോലെ അക്ക നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിശക്കുമ്പോൾ ഭിക്ഷാന്നമുണ്ട് കഴിക്കാൻ, ദാഹിക്കുമ്പോൾ കുളങ്ങളും നദികളും വാപികളും, തലചായ്ക്കുവാൻ പൊളിഞ്ഞ ദേവാലയങ്ങൾ, കൂട്ടിന് സദാ ചെന്നമല്ലികാർജുനൻ എന്നാണ് അക്ക പാടുന്നത്. ചെന്നമല്ലികാർജുനൻ മാത്രമേ ഉള്ളൂ ആ ഹൃദയത്തിൽ. അത് തന്നെയാണ് നമുക്ക് മീരയിൽ കാണാൻ പറ്റുന്നത്. മീര ഇറങ്ങി പോകുന്ന സമയത്ത് ആ കൊട്ടാരത്തിൻ്റെ ആ സംവിധാനങ്ങളുടെ എല്ലാ പകിട്ടും ഉപേക്ഷിച്ചുകൊണ്ട് മീര ഭജനും പാടി കൃഷ്ണനെയും ഏകതാരയും വീട്ടി കൃഷ്ണന്റെ മാർഗത്ത് ചരിക്കുകയാണ്. ഏതുപോലെ? വ്രജഗോപികമാര് പണ്ട് കൃഷ്ണനെ യമുനാ തീരത്തിൽ വെച്ച് കണ്ടതുപോലെ. രാസലീലയൊക്കെ ഇവിടെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും എന്നറിയാം. ഓരോ ഗോപികയുടെയും കൂടെ ഓരോ കൃഷ്ണനിൽ എല്ലാവരുടെയും കൂടെ. പലപ്പോഴും ചോദിക്കാറുണ്ട്, കൃഷ്ണൻ പോകുന്ന സമയത്ത് രാധയെ കൂട്ടിയില്ലല്ലോ എന്ന്. അങ്ങനെ ഉണ്ട്. നമുക്ക് അങ്ങനത്തെ ചില കേസൊക്കെ ഏറ്റെടുക്കുന്ന പരിപാടിയുണ്ട്. ശ്രീരാമനെതിരെ സീത കൊടുക്കാത്ത കേസ് ഏറ്റെടുക്കുക, കൃഷ്ണനെതിരെ രാധ കൊടുക്കാത്ത കേസ് ഏറ്റെടുക്കുക, എന്നിട്ട് ഇവരെ ക്രൂശിക്കുക, ഇതൊക്കെ പരിപാടിയുണ്ട്. ഈ അടുത്ത് രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം ഉണ്ടാക്കിയ സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞത്, എന്നാലും സീതയോട് ചെയ്തത് മോശമായിപ്പോയി എന്നാ. മോശമായിപ്പോയി, എന്താ ഇപ്പം വേണ്ടു എന്നാണ് അതിൻ്റെ മറുപടി. സീത ഒരു തവണ പോലും അതിനെതിരെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. രാമായണമൊന്നും വായിച്ചിട്ട് പോലും ഇല്ല. വെറുതെ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് എന്തൊക്കെയോ പറയാണ്. ചിന്താവിഷ്ടയ ചിന്താവിഷ്ടയ ശ്യാമള ശ്രീനിവാസന്റെ സിനിമയാണല്ലോ അല്ലേ? അതെ, ചിന്താവിഷ്ടയ സീത. നാള് ചിന്താവിഷ്ടയ ശ്യാമളയെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഞാൻ ചിന്താവിഷ്ടയ സീത എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് മനസ്സിലായില്ല. അവസാനം അവരെന്നെ തിരുത്തി ചിന്താവിഷ്ടയ ശ്യാമള എന്ന് പറഞ്ഞു. അതുപോലെ ചിന്താവിഷ്ടയ സീതയുടെ അകത്ത് ആശാൻ സീതയുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സീത വലിയ ദേഷ്യത്തിലിരിക്കുന്നുണ്ട്. നമ്മൾ സീതയുടെ കൂടെ കൂടാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സീതയ്ക്ക് ഒരു മനംമാറ്റം. രാമനെ പോലത്തെ ഒരാളില്ലാന്ന്. അപ്പൊ നമ്മളെവിടെയായി? നമ്മൾ ആരായി ഇപ്പോൾ? അപ്പോൾ സീതയുടെയും രാധയുടെയും ഒക്കെ കേസ് വാദിക്കാൻ പോയ അവസാനം എന്താവും? നമ്മൾ പെരുവഴിയിലാവും. സീതയും രാധയൊക്കെ രാമന്റെയും കൃഷ്ണന്റെയും കൂടെ സദാ ചേർന്നിരിക്കുകയാണ്. നമ്മൾ വെറുതെ വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്നുള്ളതാണ് കാര്യം. അപ്പൊ രാധയെ കൂട്ടിയില്ലല്ലോ എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം, രാധ എന്തിന് കൂട്ടണം? രാധ സദാ കൃഷ്ണന്റെ ഹൃദയത്തിൽ, കൃഷ്ണൻ സദാ രാധയുടെ ഹൃദയത്തിൽ. അതുകൊണ്ടല്ലേ നമ്മൾ രാധ എന്ന പേര് ഓർക്കുന്നത് തന്നെ. അപ്പൊ കണ്ണനും രാധയും എന്ന് ഇത്ര 5000 ചില്ലാൻ വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം രാധ കൃഷ്ണന്റെ ഹൃദയത്തിൽ, കൃഷ്ണൻ രാധയുടെ ഹൃദയത്തിൽ. നമ്മളൊരു രാധയെ അറിഞ്ഞോടൂ, അതുപോലെ ഒരു സീതയും ഗീതയും ജമന്തിയും ഒക്കെ ഉണ്ടാവും അവിടെ. അവർക്കൊക്കെ കൃഷ്ണൻ അവരുടെ ഹൃദയത്തിൽ. നമ്മൾ രാധയെ ഒരു ഉദാഹരണമായിട്ട് പറയുന്നു. അതുപോലെ എല്ലാ വ്രജഗോപികമാർക്കും കൃഷ്ണൻ അവരുടെ ഉള്ളിൽ. അവരെല്ലാവരും അവരുടെ ഭർത്താക്കന്മാരെ രാത്രി വീട്ടിൽ പൂട്ടിയിട്ട് കണ്ണനെ കാണാൻ വേണ്ടി പോയി.
ആ പരമാത്മ ചൈതന്യത്തെ കണ്ടാൽ എങ്ങനെ പോകാതിരിക്കും? ഇതാണ് ചോദ്യം. ഇവിടെയാണ് അക്ക പറയുന്നത് ചാവുന്ന ചെയ്യുന്ന ഭർത്താക്കന്മാരെടുത്ത് അഗ്നിയിലിടൂ എന്ന്. അപ്പൊ ഇനി ഭർത്താക്കന്മാരോട് എന്താ പറയാനുള്ളത്? ചാവുന്ന ചെയ്യുന്ന ഭർത്താക്കന്മാരാവാതിരിക്കുക, പിന്നെയോ പരമാത്മ സ്വരൂപം തന്നെ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിത്യേന ആ ബോധത്തെ പുൽകാൻ ഒരു വ്യക്തി ശ്രമിക്കണം, ഒരു പുരുഷൻ ശ്രമിക്കണം. ആ സമയത്ത് ഹൃദയമായിരിക്കുന്ന സ്ത്രീ അവനോടൊപ്പം ശക്തിയായിരിക്കും എന്നാണ് ഭാരതത്തിന്റെ ആധ്യാത്മിക ദർശനം. ബിയോണ്ട് കുടുംബ താല്പര്യങ്ങൾക്കൊക്കെ അപ്പുറം ധർമ്മപത്നി എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ സങ്കല്പത്തെ ഭക്തിയിലാണ് ചേർത്തിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ അനവധി നിരവധി മുഹൂർത്തങ്ങൾ നിറഞ്ഞാണ് രാധാകൃഷ്ണ പ്രണയവും മീരാകൃഷ്ണ പ്രണയവും അക്ക മഹാദേവിയും ചന്നമല്ലികാർജുനായിട്ടുള്ള പ്രണയവും ആണ്ടാളും രംഗനാഥനായിട്ടുള്ള പ്രണയമൊക്കെ. ഭക്തി നിരുപാധികമായ സറണ്ടറിങ് ആണ്, നിരുപാധികമായ സമർപ്പണം. വിശ്വാസം എന്നുള്ള വിഷയം അതിൻ്റെ അകത്തില്ല. വിശ്വാസം എന്നുള്ളത് അതിൻ്റെ ഭാഗമല്ല, പിന്നെയോ സമർപ്പണം എന്നുള്ളതാണ് വിഷയം. നമ്മുടെ നാട്ടിൽ ഭാഗവതം പറയുന്നത് പോലെ നോർത്തിലൊക്കെ ഹരികഥാകാരന്മാരുണ്ട്. ഹരികഥ പറയാം, ഹരികഥാ കാലക്ഷേപം, ഹരികഥ പറഞ്ഞ് കാലം കഴിക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു ഹരികഥാകാരൻ വന്നിട്ട് ഒരിക്കലും ഒരു സ്ഥലത്ത് പ്രഭാഷണം നടത്തുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ആരാണ് കേൾക്കാനുള്ളത്? നോർത്തിലായാലും ഇവിടെ ആയാലും സ്ത്രീകൾ തന്നെയാണ് കേൾക്കാനുള്ളത്. ഇയാൾ ഗംഭീരമായിട്ട് ഹരികഥയൊക്കെ പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് സ്ത്രീകൾ പറഞ്ഞു, അയ്യോ ഹരികഥാകാര, ചെറിയൊരു പ്രശ്നമുണ്ട്, നാളെ വരാൻ പറ്റൂല. അതെന്താ നാളെ വരാൻ പറ്റാത്തേ? നാളെ അല്ലെങ്കിലേ പെരുമഴ പെയ്തിട്ട് നദിയാകെ കര കവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി. പിന്നെയോ പാലം ഏതാണ്ട് മുങ്ങി. ഒരു തോണിയാണല്ലേ, ആ തോണിക്കാരൻ തന്നെ ഭക്തനായോണ്ടാണ് ഇന്ന് ഞങ്ങളെ കടത്തിവിട്ട്, നാളെ അയാൾ അത് ചെയ്യുന്നു ഓരോ ഉറപ്പുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഹരികഥാകാരൻ ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടന്നു കിട്ടു പോന്നോളെ. ഇവര് ശരി ഹരികഥാകാരാന്ന് പറഞ്ഞ് തിരിച്ചുപോയി. പിറ്റേ ദിവസം രാവിലെ ഹരികഥ പറയുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ നിറയെ ആൾക്കാർ ഇതുപോലെ ഇരിക്കുക. അപ്പൊ ഹരികഥകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു? എല്ലാവരും ഉണ്ടല്ലോ, പാലം മുങ്ങിയില്ലല്ലേ? ഒരു പറഞ്ഞു പാലം മുങ്ങി. തോണിക്കാരുണ്ടായിരുന്നല്ലേ? തോണിക്കാരില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു. അതെന്ത് വർത്താനം ഞങ്ങൾ പറയുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് നടന്നാൽ ഇവിടെ എത്തുമെന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരും, എന്നാ ഒന്ന് കാണണല്ലോ എന്നായി ഇദ്ദേഹത്തെയും കൂട്ടി ഇവർ ആ കുത്തിയൊലിക്കുന്ന നദിയുടെ അടുത്തേക്ക് പോയി. അവരെ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ത്രീകളും നടന്ന് വെള്ളത്തിന് മുകളിൽ കൂടെ അപ്പുറത്തേക്ക് പോയിന്നാ. ഇയാളോട് ചോദിച്ചു, അങ്ങനെ ഹരേ രാമ ഹരേ കൃഷ്ണ പറഞ്ഞിങ്ങോട്ട് വന്നോളൂന്നാ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഇങ്ങനെ വരാൻ പറ്റുമോ? ഇയാളാണ് പറഞ്ഞു കൊടുത്തത് എന്ത്? അത് പറയലും ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ഇയാൾ ഒറ്റ തവണ പറഞ്ഞോളൂ, ബ്ലും എന്നൊരു ഒച്ച കിട്ടുന്നുണ്ട്. പിന്നെ ഹരികഥ പറയാൻ വേറെ ആളാ വന്നത്. അയാളുടെ കഥ പിന്നെ പറയാനില്ല. അപ്പം പറയുന്നതിലല്ല, സമർപ്പണത്തിലെ കാര്യം. അവർക്ക് ഒരു സംശയം അതിൻ്റെ അകത്തില്ല, ഒരു സംശയവും ഇല്ല, സംശയേ ഇല്ല. കൃഷ്ണന്റെ പേര് പറഞ്ഞാൽ ഞങ്ങൾ നടന്ന് അപ്പുറത്ത് പോവും, അതിൽ ഡൗട്ടില്ല. അങ്ങനെയുള്ള സറണ്ടറിങ്, നിരുപാധികമായ സമർപ്പണത്തിൽ മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, ഒരു പള്ളിയുടെ അടുത്ത് ഒരു ബാറ് തുടങ്ങി. കേട്ടിട്ടുണ്ടോ? അറിഞ്ഞോണ്ടേ കഥ. കേട്ടിട്ടുള്ളവർ മിണ്ടായിരിക്കണേ. ശരി. എന്നിട്ട് ആദ്യമായി കേൾക്കുന്ന പോലത്തെ എക്സ്പ്രഷൻ തരണേ. ശരി. അപ്പം പള്ളിയുടെ അടുത്ത് ബാറ് തുടങ്ങാൻ തീരുമാനമായി. ബാറെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് അല്ലേ? മദ്യപന്മാരുടെ കൂത്താട്ടായിരിക്കും അവിടെ. അപ്പോൾ ബാറ് നിർത്തണം. അപ്പോൾ ബാറ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മതിലൊക്കെ കെട്ടി, ബാറിൻ്റെ കോമ്പൗണ്ടൊക്കെ കെട്ടി. പള്ളിയിൽ ഇടയലേഖനം വായിച്ചു, എല്ലാ വിശ്വാസികളും പള്ളിയിൽ ഒത്തുകൂടണം, അതികഠിനമായി പ്രാർത്ഥിക്കണം ഈ ബാറ് മുതലാളിക്കും ഈ ബാറിനുമെതിരെ എന്ന് പറഞ്ഞു. കുഞ്ഞാടുകളെല്ലാവരും ഒത്തുകൂടി, എല്ലാവരും അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ ബാറിന്റെ മതിലങ്ങ് പൊളിഞ്ഞു വീണു.
ബാറ് മുതലാളി വെറുതെ വിടുവോ? അയാള് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. എന്താണ്? വിശ്വാസികൾ കൂട്ടം കൂട്ടമായി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ ബാറിന്റെ മതിൽ പൊളിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് 2 കൂട്ടരെയും വിളിപ്പിച്ചു. പള്ളിയിലച്ഛൻ ആദ്യം ചെന്നു. SI കുറ്റം വായിച്ച് കേൾപ്പിച്ചു. നിങ്ങൾ അതികഠിനമായി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പള്ളിക്കടുത്തുള്ള ബാറിന്റെ മതിൽ പൊളിഞ്ഞു പോയിരിക്കുന്നു. പള്ളിയിലച്ഛൻ ഉടനെ പറഞ്ഞ് അതൊരിക്കലും സംഭവിക്കൂല എന്നാണ്. അതൊരിക്കലും സംഭവിക്കൂല എന്നാണ് പ്രാർത്ഥന എന്നാണ് ഇയാൾ പറഞ്ഞത്. അതെന്താ അങ്ങനെ പ്രാർത്ഥിച്ചാലൊന്നും മതിൽ പൊളിഞ്ഞു വീഴൂല. പള്ളിയിലച്ഛനും വിശ്വാസികളും ശക്തമായിട്ട് എന്ത് പറഞ്ഞു? പ്രാർത്ഥിച്ചിട്ടൊന്നും ഇത് നടക്കൂല എന്ന്. അപ്പോൾ പോലീസുകാരൻ പറയാണ്, ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ബാറ് മുതലാളിക്ക് ഇതിലൊക്കെ നല്ല വിശ്വാസം. ഇതിലൊക്കെ വിശ്വസിക്കേണ്ട നിങ്ങൾക്ക് ഇതിലൊരു വിശ്വാസവും ഇല്ല എന്ന് പറയും. സമാനമായ കഥ നമ്മൾ പിന്നെയും കേട്ടിട്ടുണ്ട്. യൂറി ഗഗാറിൻ സ്പേസിൽ പോയി. ആദ്യമായിട്ട് റഷ്യ ആകാശത്തേക്ക്, റഷ്യയല്ല, സോവിയറ്റ് റഷ്യ. അത് അമേരിക്കയായിട്ട് കോൾഡ് വാർ ഒക്കെ നടക്കുന്ന സമയമാണ്. വലിയ കാര്യമാണ് അത്. യൂറി ഗഗാറിൻ സ്പേസിൽ പോയി തിരിച്ചു വന്നപ്പോൾ റഷ്യയിലെ ബിഷപ്പ് യൂറി ഗഗാറിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു ഡിന്നറിനാണ് വിളിച്ചത്. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, മുകളിൽ പോയപ്പം മൂപ്പരെ കണ്ടില്ലല്ലേ എന്ന്. ആരെ? ദൈവത്തെ കണ്ടിട്ടില്ല അല്ലേ എന്ന്. എനിക്കറിയാം കണ്ടിട്ടുണ്ടാവില്ല എന്ന്, പക്ഷെ ദയവായിട്ട് അത് പറയരുത്, മതം പൊളിഞ്ഞു പോകും. യൂറി ഗഗാർ ശരി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായിട്ടുള്ള നിരീശ്വരവാദിയായിട്ടുള്ള സ്റ്റാലിനാണ് വിളിക്കുന്നത് ഡിന്നറിന്. ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് സ്റ്റാലിൻ ചോദിച്ചു, മുകളിൽ പോയപ്പോൾ നിങ്ങൾ മൂപ്പരെ കണ്ടിട്ടുണ്ടാവൂലേ, ദയവായിട്ട് പുറത്തു പറയരുത്, കമ്മ്യൂണിസം തകർന്നു പോകുന്നു. അപ്പം നിരീശ്വരവാദികൾക്ക് ഇതിലൊക്കെ ഭയങ്കര ശക്തമായ വിശ്വാസമാണ്. ഈശ്വര വിശ്വാസികൾക്ക് ഇതിലൊക്കെ പകുതിയെ വിശ്വാസമുള്ളൂ. അതല്ല ഭക്തി. ഭക്തി പൂർണ്ണമായ വിശ്വാസമാണ്. അഗൗര ചാത്തൻ പോത്തില് പരബ്രഹ്മത്തെ കണ്ടതുപോലെ. അഗൗര ചാത്തൻ പോത്തില് പരബ്രഹ്മത്തെ കണ്ടതുപോലെ ഒരിളക്കവുമില്ലാത്ത ഭക്തി. അതുമാത്രമാണ് എന്താകുന്നത്? സാർത്ഥകമാകുന്നത്. അങ്ങനെ അല്ലാത്തൊരു ഭക്തി ഇല്ല. ഇപ്പം എൻ്റെ വിഷയത്തിൽ ശുദ്ധഭക്തി എന്നാണ് പറഞ്ഞത്. ശുദ്ധമല്ലാത്തതായിട്ട് ഭക്തിക്ക് ഒരിക്കലും അശുദ്ധമാവാൻ പറ്റുന്നില്ല. ഭക്തി മാത്രമാണ് നിത്യവും ശുദ്ധമായിരിക്കുന്നത്. എപ്പോഴും ശുദ്ധമായിരിക്കുന്നത് എന്താണ്? ഭക്തി മാത്രമാണ്. ആ ഭക്തി ഏറ്റവും മനോഹരമായി പ്രകാശിക്കുക സ്ത്രീകളുടെ ഹൃദയത്തിലാണെന്ന് പറയാം. അപ്പം നിങ്ങൾ സ്ത്രീകളെല്ലാവരും കൂടി അതിൻ്റെ പേരിൽ ഇനി പുരുഷന്മാരെങ്ങനെ കണ്ടോ എന്നുള്ളവർ നോക്കണ്ട. ഈ മനുഷ്യ ശരീരത്തിലുള്ള സ്ത്രീയെ അല്ല ഉദ്ദേശിച്ച് എന്ന് ആവർത്തിച്ച് പറയട്ടെ. മനുഷ്യ ശരീരത്തിലുള്ള സ്ത്രീയല്ല, ഭഗവാനാണ് പുരുഷൻ. ബാക്കി എല്ലാവരും എന്താ? സ്ത്രീയാണ്, അല്ലേ? മീര ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവിടുത്തെ പൂജകൻ പറയുന്നുണ്ട് സ്ത്രീകൾക്കുള്ളിൽ കയറാൻ പറ്റില്ല എന്ന്. അപ്പം മീര അത്ഭുതത്തോടെ ചോദിക്കുന്നുണ്ട്, അപ്പം നീ പുരുഷനാണോ എന്നാണ് ചോദ്യം. എൻ്റെ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന പൂജ ചെയ്യുന്ന നീ പുരുഷനായിട്ടാണോ നിന്നെ കണക്കാക്കുന്നത്? ലോകത്താകെ ഒരു പുരുഷനേ ഉള്ളൂ, അത് പരമാത്മാവാണ്, അമൃതസ്വരൂപനായിട്ടുള്ള പരമാത്മാവാണ്. ആ അമൃതസ്വരൂപനായിട്ടുള്ള പരമാത്മാവിനെ പ്രാർത്ഥിക്കുന്ന നീ നിന്നെ പുരുഷനാണെന്ന് അടയാളപ്പെടുത്തുന്നുണ്ടോ എന്ന് പറയും. ഞങ്ങൾ ശൈവത്തിൽ തന്ത്രത്തിൽ പറയും പൗരുഷ അഹങ്കാരം, ബൗദ്ധേയ അജ്ഞാനം, പൗരുഷ അജ്ഞാനം, ബൗദ്ധേയ ജ്ഞാനം, പൗരുഷ ജ്ഞാനം എന്ന് പറയുന്ന ജ്ഞാനങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് പൗരുഷ അജ്ഞാനം, പുരുഷനാണെന്ന് സ്വയം ചിന്തിക്കുന്ന അജ്ഞാനം. അവിടെ പുരുഷൻ എന്ന് പറയുന്നത് മീശയുള്ള പുല്ലിംഗമുള്ള പുരുഷന്മാരല്ല, മറിച്ച് താനൊരു ലിമിറ്റഡായ സോളാണ്, താനൊരു അണുവാണ് എന്ന് വിചാരിക്കുന്ന ആള്, ഞാനൊരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് പുരുഷൻ. അപ്പം നമ്മളെല്ലാവരും പുരുഷനാണ്. എപ്പോ? ഞാൻ കേവലം ഒരു വ്യക്തിയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പുരുഷനാണ്. എന്താണ് ഹരിനാമ കീർത്തനത്തിൽ പറയുന്നത്? ഞാനെന്ന ഭാവം തോന്നുന്ന സമയത്ത് ഞാൻ ആരാ? ഞാൻ പുരുഷന്മാരാണ്. അങ്ങനെയുള്ള പുരുഷന്മാരെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താക്കി മാറ്റാനുണ്ടേ? അഥവാ തോന്നുന്നില്ല ആണെങ്കിൽ എന്തുണ്ടാവണം? സകലവും അഖിലവും ഞാൻ എന്ന ഭാവം തോന്നുന്ന അവസ്ഥയിലെത്തണം. അത് ഹൃദയത്തിൻ്റെ വിശാലത കൂട്ടുന്ന പരിപാടിയാണ്. ബുദ്ധിയിൽ നിന്ന് ഹൃദയത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു മാർഗത്തിൻ്റെ പേരാണ് ഭക്തി.
ബുദ്ധിയെ ഓഫാക്കി വെച്ചുകൊണ്ട് ഹൃദയത്തിൻ്റെ പന്ഥാവിലേക്ക് വരിക. എപ്രകാരം? നേരത്തെ പറഞ്ഞില്ലേ, പ്രണയത്തിന് കണ്ണില്ല എന്ന് പറയും. കാരണം കണ്ണ് തലയിലല്ലേ, കണ്ണ് ഇവിടെയല്ലേ ഉള്ളേ. അപ്പോൾ പ്രണയത്തിന് കണ്ണുണ്ടാവില്ല. എന്താ കാരണം? പ്രണയം എവിടെയാ? കരുണയ്ക്കും കണ്ണില്ല. കണ്ണില്ലാത്ത കരുണയാ വേണ്ടത്. നിർവ്യാജമായ കരുണ എല്ലാവരോടും, അത് ഹൃദയത്തിലാ. പ്രണയമാവട്ടെ, ഭക്തിയാവട്ടെ, കരുണയാവട്ടെ, അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് ഫിസിക്കലി തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടെയാ തോന്നുക. അതികഠിനമായ ദുഃഖമാവട്ടെ, അതൊക്കെ വികാരങ്ങളെല്ലാം നമുക്ക് ഇവിടെയാണ് അനുഭവപ്പെടുന്നത്. നെഞ്ചിലൊരു ഭാരം, നെഞ്ചിനൊരു താരള്യം, നെഞ്ചിനൊരു കനമില്ലായ്മ, നെഞ്ചിലൊരു സുഖം എന്നൊക്കെയാണ് നമ്മൾ പറയാം. ആ ഹൃദയത്തിൽ തന്നെയാണ് ഇതിരിക്കുന്നത്. ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മാത്രമാണ് ഭക്തി, തലച്ചോറിൻ്റെ പ്രവർത്തനമേ അല്ല. തലച്ചോറ് ഈ പ്രവർത്തനത്തിന് പറഞ്ഞല്ല. തലച്ചോറ് വിചിന്തനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തലച്ചോറ് അപഗ്രഥനത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തലച്ചോറ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. തലച്ചോറ് വിധി കൽപ്പനകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിധി കൽപ്പിക്കുക, ശരി തെറ്റ്, നല്ലത് ചീത്ത, മോശം നല്ലത്, അങ്ങനെ പലതരത്തിലുള്ള വിധി കൽപ്പനകൾ ബൈബിളിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്. വിധി കൽപ്പിക്കാതിരിക്കുക, നീ വിധിച്ചാൽ നീയും വിധിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. തലച്ചോറ് കൊണ്ട് നീ ആരെങ്കിലും വിധിക്കാൻ ശ്രമിച്ചാൽ നിനക്കും അത് തന്നെ ബാധകമായി വരും. നീ ഹൃദയം കൊണ്ട് ഒരാളെ സ്വീകരിക്കുക. കാരണം ഹൃദയത്തിന് എന്തില്ല? ചീത്ത മനുഷ്യൻ, നല്ല മനുഷ്യൻ എന്നുള്ള തരംതിരിവില്ല. ഭഗവാൻ ഇല്ലാത്തതുപോലെ ഒരു തരത്തിലുമുള്ള വേർതിരിക്കലില്ല, മാറ്റി നിർത്തലുകളില്ല. എല്ലാവരും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് ഹൃദയം. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത്, സ്തന്യം, മുലപ്പാല് ഹൃദയസ്ഥാനത്താണ്. സ്തനങ്ങളുടെ സ്ഥാനം ഹൃദയത്തിൻ്റെ സ്ഥാനത്താണ്. സ്തന്യം ഊട്ടുക എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ഊട്ടുന്ന പരിപാടിയാണ്. ഹൃദയമാണ് കൊടുക്കുന്നത്. ഹൃദയത്തിൽ നിന്നുള്ള ആ അനുഭവമാണ് ഒരു കുഞ്ഞ് സ്വീകരിക്കുന്നത്. ആ സ്തന്യം കുടിച്ച് വളരുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ആ കാരുണ്യാമൃതം ഉണ്ടാവുന്നതെന്ന് പറയും. കാരണം ഹൃദയത്തിൽ നിന്നാണ് അങ്ങോട്ട് സംവേദനം ചെയ്യപ്പെടുന്നത്. ആ ഹൃദയമാണ് ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശൈവത്തിൽ ഹൃദയം എന്ന് പറഞ്ഞാൽ ശിവൻ എന്നാണ് അർത്ഥം. ശൈവതന്ത്രങ്ങളിൽ ഹൃദയം എന്ന വാക്ക് എവിടെയെങ്കിലും പറഞ്ഞാൽ അതിനർത്ഥം ശിവൻ എന്നാണ്. തീർച്ചയായിട്ടും എല്ലാവിധ ആധ്യാത്മിക മാർഗങ്ങളും, വൈഷ്ണവാവട്ടെ, ശൈവാവട്ടെ, ശാക്താവട്ടെ, സൗരാവട്ടെ, ഗണപതി ആവട്ടെ, എത്ര മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളിലൊക്കെ ഹൃദയം എന്ന് പറഞ്ഞാൽ സെൻട്രൽ എന്നാണ് പറയുക. സെൻറ്ററിങ് ആണ്, മധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. മധ്യത്തിലേക്ക്, ആ അറ്റമല്ല ഈ അറ്റമല്ല, മധ്യം. ആ അറ്റായാൽ ശരി, ഈ അറ്റായാൽ തെറ്റ്. ആ അറ്റമല്ല ഈ അറ്റമല്ല, മധ്യത്തിൽ. സേനയോർ ഉഭയോർ മധ്യേ അല്ലേ? രഥത്തെ എവിടെ സ്ഥാപിക്കാനാണ് പറഞ്ഞത്? സേനകളുടെ മധ്യത്തിൽ കൊണ്ട് സ്ഥാപിക്കാനാണ് പറഞ്ഞത്. അത് തെറ്റ്, ദുര്യോധനാദികളാവുന്ന തെറ്റ്. ഇത് പാണ്ഡവാദികളാകുന്ന ശരി. പക്ഷെ ശരിയുടെ ഭാഗത്ത് നിന്ന് നോക്കാനല്ല പറഞ്ഞേ. നീ ശരിക്കും തെറ്റിൻ്റെ ഇടയ്ക്ക് എൻ്റെ രഥത്തെ കൊണ്ട് സ്ഥാപിക്കൂ, അല്ലെങ്കിൽ ഞാനിതാ ശരിക്കും തെറ്റിനും ഇടയ്ക്ക് നിന്റെ രഥത്തെ സ്ഥാപിച്ചുകൊണ്ട് നീ രണ്ടിനെയും നോക്ക്. നീ രണ്ടിനെയും നോക്കുന്ന സമയത്ത് മാത്രമാണ് നിനക്ക് യഥാർത്ഥത്തിലുള്ളൊരു കാഴ്ച ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. അത് ഹൃദയത്തിൻ്റെ പാതയാണ്. ഹൃദയത്തിൽ നിന്നാണ് അങ്ങനെ സംവദിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തിയെക്കുറിച്ച് പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഹൃദയത്തിലേക്ക് വരേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു ചെറിയ കഥ കൂടി പറഞ്ഞ് നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കാം. ആ കഥയല്ല കേട്ടോ, നമുക്കൊന്നും കഥയില്ല, ഒരു സൂചകമാണ്, രൂപകങ്ങളാണ്. അത് ഔവയാറോട് ചോദിക്കുന്ന ഒരു കഥയാണ്. ഔവയാറിന് അറിഞ്ഞൂടെ? തമിഴ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരാളായിട്ട് നമ്മൾ ഔവയാറെ പറയാറുണ്ട്. പലപ്പോഴും ഭക്തിപ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ ഭാരതത്തിൽ ഉണ്ടായപ്പം മധ്യകാലഘട്ടത്തിലുണ്ടായ ഭക്തിപ്രസ്ഥാനം എന്നാ പറയാ. മധ്യകാലഘട്ടത്തിൽ യാഗയജ്ഞാദികളുടെ എന്തുകൊണ്ട് ദുഷ്കൃത്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി ഭക്തിപ്രസ്ഥാനം ഭാരതത്തിൽ ഉയർന്നു വന്നു. അതൊരു കൗണ്ടർ മൂവ്മെന്റ് ആയിരുന്നു എന്നൊക്കെ പറയാം. പക്ഷെ അങ്ങനെയല്ല. ഭക്തിയെ നമുക്ക് എത്രയോ തുടക്കം മുതൽ കാണുന്നുണ്ട്. നാരദന്റെ ഭക്തിസൂത്രം ഈ മധ്യകാലത്തിനൊക്കെ എത്രയോ മുമ്പ് തന്നെ നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഭക്തി പ്രസ്ഥാനം ഒരിക്കലും എന്തല്ല, സമൂഹത്തിന് ഈ തരത്തിലുള്ള വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതൊക്കെ വെറുതെ അനാവശ്യമായ കുടില വായനകളാണ്. അതൊക്കെ എത്രയോ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തി പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഉണ്ടാക്കുകയാണ്. ഭക്തി തീർച്ചയായിട്ടും ഹൃദയത്തിന്റെ മാർഗമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭക്ത
ഭക്തരായിട്ടുള്ള ഭക്തിയുടെ മാർഗത്തെ അവലംബിച്ച എല്ലാവരും ഏത് മാർഗത്തെയാണ് സ്വീകരിച്ചത്? ഹൃദയത്തിൻ്റെ മാർഗത്തെയാണ് സ്വീകരിച്ചത്. അതിപ്പോൾ നാരായണ ഗുരു ആവട്ടെ, ചട്ടമ്പി സ്വാമികളാവട്ടെ, എല്ലാവരും വേർതിരിവില്ലാത്ത ആധ്യാത്മികതയുടെ മാർഗ്ഗമാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് കേരളത്തിലാവട്ടെ, ഭാരതത്തിലാവട്ടെ ഉണ്ടായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഭക്തിയുടെ അടിസ്ഥാനത്തിലുണ്ടായാലും അല്ലെങ്കിലും അത് ഭാരതത്തിൻ്റെ എല്ലാവരും ഒന്നാണ് എന്ന സങ്കല്പത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുണ്ടായിട്ടുള്ളതാണ്. ആധ്യാത്മികമായ പ്രവർത്തനമാണ്. അത് ഒരു തരത്തിലും ഞാൻ മറ്റൊരാളെക്കാൾ മേലെയല്ല എന്ന ചിന്തയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. നാരായണ ഗുരുവിൻ്റെ സുബ്രഹ്മണ്യ കീർത്തനം എന്ന് പറയുന്ന കൃതി, ഔവയാറെ കുറിച്ചാണ് പറയാൻ വന്നത്, സുബ്രഹ്മണ്യനിലേക്കാണ് വരുന്നത്. സുബ്രഹ്മണ്യ കീർത്തനം എന്ന് പറയുന്നൊരു കൃതിയുണ്ട്. സുബ്രഹ്മണ്യ കീർത്തനത്തിൽ നാരായണ ഗുരു അത്ഭുതപ്പെടുന്നുണ്ട്. എന്താണ് അത്ഭുതപ്പെടുന്നതെന്ന് അറിയോ? ഞാൻ ഇങ്ങനെയൊക്കെ കുരുത്തക്കേട് കാണിച്ചിട്ടും ഈ മുരുകൻ എന്താ എന്നോട് മോശമായിട്ട് പെരുമാറാത്തത് എന്നാണ് നാരായണ ഗുരുവിൻ്റെ. നമുക്ക് തോന്നാറില്ലേ, ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടും എന്നോട് ഇപ്പോഴും ഭഗവാന് കരുണ ഉണ്ടല്ലോ എന്ന് തോന്നുന്നത് പോലെ നാരായണ ഗുരുവിന് തോന്നുക. അപ്പം നാരായണ ഗുരു പറയാണ്, ഇന്ന് നാരായണ ഗുരു അതിന് ന്യായം കണ്ടുപിടിക്കുക. എന്താണ് ന്യായം? എച്ചിൽ ചോറുണ്ട പുള്ളിക്കിനിയ മകനാ നീ ഇരപ്പാളി. അമ്മോ, ഇപ്പോൾ പറയാൻ പറ്റും അങ്ങനെയൊക്കെ? കഴിഞ്ഞ കഥ അങ്ങനെയങ്ങ് പറഞ്ഞാൽ. എച്ചിൽ ചോറുണ്ട ആളാണ് നിൻ്റെ അച്ഛൻ. അന്നപൂർണേശ്വരിയുടെ അടുത്ത് അഭിക്ഷാടനമൂർത്തിയായിട്ട് നടന്നിട്ടുണ്ട്. കാശിയിലൊക്കെ പോയാൽ നമുക്ക് കാണാം അഭിക്ഷാടനമൂർത്തി. അന്നപൂർണ അതിൻ്റെ അകത്ത് എന്ത് കൊടുത്തിട്ടുണ്ട്? ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ബ്രഹ്മാവിൻ്റെ തലയറുത്ത സമയത്ത് ഈ ബ്രഹ്മകപാലവും കൊണ്ടിട്ട് നീ നിസ്വനായി ഭിക്ഷാടനമൂർത്തിയായി നടന്നിട്ടുണ്ട്. അപ്പം നിൻ്റെ അച്ഛൻ ഒരു ഭിക്ഷാടകനാണ്, എച്ചിച്ചോറിൻ്റെ ആളാണല്ലോ ശിവൻ. ഇനിയ മകന നീ ഇരപ്പാളി. നീ അതിലും വലിയ ഇരപ്പാളി. നീ വീട്ടിൽ നിന്ന് കച്ചറ ഉണ്ടാക്കി മൊട്ടയാണ്ടിയായി കയ്യിൽ ഭിക്ഷാപാത്രം കൊണ്ട് വന്നാണ്. ഇപ്പോൾ ഭിക്ഷക്കാരെ കാണാനില്ലല്ലേ? പണ്ടൊക്കെ വീട്ടിൽ ഭിക്ഷക്കാർ വരുമ്പോൾ ഒരു മുരുകൻ്റെ ഫോട്ടോയും കൂടി കൊണ്ടുവരുന്നു എൻ്റെ കൂടെ. ഓരോ ദൈവമാണ്. എല്ലാവർക്കും ദൈവമുണ്ട് അല്ലേ? കള്ളന്മാരെ ദൈവമാണ് മുരുകൻ. ചോരശാസ്ത്രത്തിലൊക്കെ മുരുകനെയാണ് പ്രധാനമായിട്ട് പറയാം. അങ്ങനെ ഉണ്ട്. കളവൊരു കലയാണെന്ന് പറയില്ലേ? അപ്പം അതുപോലെ എല്ലാവർക്കും ദൈവമുണ്ട്. ജ്യോത്സ്യന്മാരുടെ ദൈവമാണ് മുരുകൻ, കള്ളന്മാരുടെ ദൈവമാണ് മുരുകൻ, ഭിക്ഷാടകന്മാരുടെ ദൈവമാണ് മുരുകൻ. ഇവർക്ക് എല്ലാവർക്കും മുരുകനായിട്ടാണ് പരിപാടി. അപ്പം മുരുകൻ ഇനിയ പുത്രനാ നീ ഇരപ്പാളി. ഞാനോ പിച്ചക്കാരൻ. ഞാൻ എന്തായാലും പിച്ചക്കാരനാണ്. ഞാൻ സന്യാസിയാണ്. സന്യാസി പിച്ച തണ്ടി ജീവിക്കുന്ന ആളല്ലേ സന്യാസി? ഭിക്ഷാപാത്രത്തിൽ ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് സന്യാസി. അങ്ങനെയുള്ള സന്യാസിയായ ഞാൻ പിച്ചക്കാരൻ. അതുകൊണ്ട് ഞാൻ ചെയ്യും പിഴകളെല്ലാം പൊറുക്കിൽ അത് ന്യായം. സംഭവം മനസ്സിലായി. ഞാൻ പിച്ചക്കാരൻ, നീ പിച്ചക്കാരൻ, നിന്റെ അച്ഛൻ പിച്ചക്കാരൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരൊറ്റ ട്രേഡ് യൂണിയനിൽ പെട്ടാണ്. അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് തമ്മിൽ എന്തില്ല? പ്രശ്നമില്ല. ഇതാണ് ഭക്തി. ഈശ്വരനോട് എടാ പോടാ എന്ന് പറയുന്ന ബന്ധമാണ്. വെറുതെ എടാ പോടാ വിളിക്കരുതേ. അങ്ങനെ ഉണ്ട്. പ്രധാനമന്ത്രിൻ്റെ കൂടെ പഠിച്ച ആൾക്കാർക്ക് വേണമെങ്കിൽ എടാ നരേന്ദ്രമോദി എന്ന് വിളിക്കുക. അത് വെച്ച് നമ്മൾ പോയി വിളിച്ചാൽ വിവരറിയും. അതേപോലെ ആ സാത്മ്യമുള്ളവർക്ക്, ആ സമർപ്പണമുള്ളവർക്ക് അങ്ങനെ വിളിക്കാൻ പറ്റും. ആ മുരുകനോടുള്ള ഭക്തി, ആ കാഴ്ചപ്പാടുള്ളതുകൊണ്ടാണ് ഗുരുവിന് ഭാരതത്തിൽ, കേരളത്തിൽ നവോത്ഥാനത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ പറ്റിയത്. അവിടെ യാതൊരു തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെയും ഗുരു സ്വീകരിക്കുന്നില്ല. ഭക്തർക്ക് എങ്ങനെ പറ്റുമോ? അതിന് തലയ്ക്ക് മാത്രമേ അത് പറ്റുള്ളൂ, ഹൃദയത്തിന് അതൊരിക്കലും സാധ്യമല്ല. ആ മുരുകൻ ഔവയാറോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ലയോ ഔവേ, ഔവ അല്ലേ ജ്ഞാനപ്പഴം, നിങ്ങൾക്ക് അറിയാം. അല്ലയോ ഔവേ, നിന്നോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. അങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്, ചോദ്യം ചോദിക്കലാണ്. ഭഗവാൻ ഭക്തനോട് ചോദ്യം ചോദിക്കുകയാണ്. ഉദ്ധവനോട് കൃഷ്ണൻ ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ്. അല്ലയോ ഔവേ, ലോകത്തിലെ ഏറ്റവും വലുതെന്താണ് എന്നാണ് ചോദ്യം. ഔവ അതിന് മറുപടി പറയുന്നത് ലോകം തന്നെ, പ്രപഞ്ചമല്ലേ ഏറ്റവും വലുത് എന്ന് ഒരു മറുപടി. എന്നിട്ട് ഉടനെ ഔവ പറയാ, അല്ല, പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഒരാളുണ്ട്, ബ്രഹ്മാവാണ് ഏറ്റവും വലുത്. അല്ല, ബ്രഹ്മാവല്ല വലുത്. ഇവർ നമ്മളുടെ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ബ്രഹ്മാവല്ല ഏറ്റവും വലുത്. ബ്രഹ്മാവ് പത്മനാഭന്റെ നാഭിയിൽ നിന്നുണ്ടായ പത്മത്തിലിരിക്കുന്നവനാണ്. അതുകൊണ്ട് പത്മനാഭനാണ് ഏറ്റവും വലുത്. അല്ല, പത്മനാഭനല്ല ഏറ്റവും വലുത്. കാരണം പത്മനാഭൻ പള്ളി കൊള്ളുന്നത് കടലിലാണ്, പാൽക്കടലിലാണ്. അപ്പൊ കടലാണോ ഏറ്റവും വലുത്? അല്ല, കടലല്ല ഏറ്റവും വലുത്. കാരണം കടല് അഗസ്ത്യൻ കുടിച്ചു വറ്റിച്ചിട്ടുണ്ട്. അപ്പൊ അഗസ്ത്യനാണല്ലേ ഏറ്റവും വലുത്? അഗസ്ത്യനാണല്ലേ? അല്ല, അഗസ്ത്യനല്ല. അഗസ്ത്യൻ കുംഭസംഭവനാണ്.
കുടത്തുനിന്നുണ്ടായവനാണ്. കുടം മണ്ണിന്നുണ്ടായതാണ്. മണ്ണ് ഭൂമിയിലുള്ളതാണ്. അപ്പോൾ ഭൂമിയാണ് ഏറ്റവും വലുത്. ഭൂമിയാണോ ഏറ്റവും വലുത്? ഭൂമിയല്ല, ഭൂമിയല്ല. കാരണം ഭൂമിയെ ശേഷനാഗം തലയിൽ ഇങ്ങനെ താങ്ങി നിർത്തുന്നുണ്ട്. അപ്പോൾ ശേഷനാഗാണ് ഏറ്റവും വലുതല്ലേ? ശേഷനാഗല്ല. ശേഷനാഗം പാർവതീൻ്റെ കയ്യിലെ ചെറുവിരലിടുന്നൊരു മോതിരാണത്രേ. അപ്പൊ പാർവതിയാണ് ഏറ്റവും വലുത്, ശക്തിയാണല്ലോ ഏറ്റവും വലുത്. എൻ്റെ അമ്മ അല്ല 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 അല്ല, പാർവതി ശിവന്റെ കൂടെയുള്ളത്. അപ്പൊ ശിവൻ തന്നെ ഏറ്റവും വലുത്, സംശയമില്ല. നമുക്കിവിടെ ഈ ഡിസ്കഷൻ തീർക്കാം എന്ന് പറയുമ്പോൾ ഔവ പറയാണ്, അല്ല 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 അല്ല, ശിവപെരുമാൾ വസിക്കുന്നത് ഭക്തന്റെ ഹൃദയത്തിലാണ്. അപ്പൊ ലോകത്ത് ഏറ്റവും വലുത് എന്താ? ഭക്തന്റെ ഹൃദയമാണ്. അതുകൊണ്ട് ഭക്തരുടെ ഹൃദയത്തിന് അല്ലെങ്കിൽ വ്യക്തിയുടെ ഹൃദയത്തിന് വിശാലത വർദ്ധിപ്പിക്കുന്ന ഒരു ടെക്നിക്കിൻ്റെ പേരാണ് ഭക്തി. ശിവപെരുമാളിന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കാൻ ഉള്ള ഇടമൊരുക്കുന്ന, ഭഗവാൻ കൃഷ്ണന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കാൻ ഇടമൊരുക്കുന്ന ആ മനോഹരമായ പദ്ധതിയുടെ പേരാണ് ഭക്തി. അതുകൊണ്ട് തന്നെ നമ്മൾ ആവർത്തിച്ച് എന്ത് പറയുന്നു? ഭക്തിരേവ ഘരീയസി. നമസ്കാരം.